നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ വീഡിയോ വളരെയധികം നന്ദി. തുടർന്ന് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ അമർത്തുക. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ ഐ ബട്ടണിലൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം ഒന്ന് മൊത്തത്തിൽ ചെക്ക് ചെയ്തതിന് ശേഷം സാറ്റിസ്ഫൈഡ് ആണ്, ഈ ഒരു ചാർട്ട് പഠിച്ചാൽ എന്തെങ്കിലും മാറ്റം നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മൊത്തത്തിലൊന്ന് ആ ഗ്രൂപ്പിൽ കയറിയിട്ടൊന്ന് അനലൈസ് ചെയ്യുക. ഒരു 1.5 വർഷത്തെ ഡാറ്റാസ് അതിനകത്ത് അവൈലബിൾ ആണ്. ഈ ഒരു ചാർട്ട് കസ്റ്റമൈസ്ഡ് ആണെന്ന് പറഞ്ഞു. ഇത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി എക്സിറ്റ്, കൺസോളേഷൻ സോണ്, റൈഡിങ്, സ്റ്റോപ്പ് ലോസ് ഒക്കെ എവിടെ ഇടണം എന്നുള്ള കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് നിഫ്റ്റിയിൽ മാത്രമല്ല, ബാങ്ക് നിഫ്റ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, കൊമോഡിറ്റി സെഗ്മെൻറ്റ് ഏതിലാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഒരു എൻട്രി എക്സിറ്റ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ചാർട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക. അതേപോലെ തന്നെ നിഫ്റ്റിയുടെ ലൈവ് സെക്ഷൻ ഉണ്ട് രാവിലെ 9 തൊട്ട് 11 മണി വരെ. അപ്പോൾ ഒരു ഡിസിപ്ലിൻ ട്രേഡിങ് അല്ലെങ്കിൽ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ് ചെയ്യുന്നവർ, ഈ രാവിലെ എടുത്തിട്ട് വൈകിട്ട് ലോസ് ആക്കുന്നവർ, ഈ ടെൻഷനോടെ ഇരുന്ന് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വളരെ നന്നായിട്ട് ഗുണം ചെയ്യും. ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാനിപ്പോൾ ഒരു 1.5 വർഷമായി ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ. ടെലഗ്രാം ചാനലിൽ തന്നെയാണ് ലൈവ്. ഇപ്പോൾ ഒരുപാട് കഫേകളും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ മെൻ്റലി ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കഫേകളും കാര്യങ്ങളൊക്കെ വരുന്നത്, കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ നിങ്ങളുടേതായ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇത് അവൈലബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മളുടേതായ സ്പേസും കാര്യങ്ങളും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് സുഖമായിട്ട് 1.5 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ആളുകളും ഉണ്ട്. മിനിമം ഒരു 10-11 പേരൊക്കെ ഉണ്ടാവും. ഞാൻ മാക്സിമം 21 പേരെയാണ് കോൺസെൻട്രേഷൻ ചെയ്യണം. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഞാനെന്തിനാ ഒരു റൂം എടുക്കുക, കാരണം അതിന് വാടക കൊടുക്കുക, ഇൻ്റർനെറ്റ് ഫെസിലിറ്റി വേണം, AC വേണം, ആളുകൾ കുറവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് അതിൻ്റെ വാടക കൊടുക്കണം. ചിലപ്പോൾ ആളുകൾ വന്നാലും വാടകയും കൂടെ ടാലി ആവില്ല. കാരണം എറണാകുളത്തൊക്കെ എന്ന് പറഞ്ഞാൽ അതേപോലത്തെ റേറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനതൊന്നും ഫോക്കസ് ചെയ്യുന്നില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് നമ്മുടെ വീട്ടിൽ നമ്മുടേതായ സ്വസ്ഥമായ സാഹചര്യത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പിന്നെ അതല്ല ബെറ്റർ. അപ്പോൾ ആ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും പഠിക്കാനാണെങ്കിലും നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, എൻ്റേതായിട്ടുള്ള ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടിൻ്റെ റീഡിംഗ് ആണ് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ എനിവേ എല്ലാവർക്കും നമുക്ക് സ്വാഗതം, നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ലൈവൊക്കെ കാണുന്നവർ നിങ്ങൾ ലൈവിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് എടുക്കാൻ പറ്റുമായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ആദ്യം ചിന്തിക്കുക. അതിനുശേഷം ലൈവിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ ഒന്നും പ്രതീക്ഷിച്ച് ആരും വിളിക്കരുത്. ഞാനിവിടെ അനലൈസിങ് ആണ് ചെയ്യുന്നത്, അപ്പ് ആൻഡ് ഡൗൺ അനലൈസിങ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ സ്വയം ചിന്തിച്ച് പ്രവർത്തിച്ചെടുക്കുക. കൈ നനയാതെ മീൻ പിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കുന്ന കേസല്ല. നമ്മളും കൂടെ കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്താൽ മാത്രമാണ് അതിലൊരു ഫലം ഉണ്ടാകത്തുള്ളൂ, ആ പൈസയുടെ നമുക്ക് നിലനിൽക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു ചാർട്ടിൻ്റെ ലിങ്ക് ആർക്കെങ്കിലും ഈ ചാർട്ട് ഇതേപോലെ കിട്ടില്ല, പ്ലെയിൻ ചാർട്ടായിട്ടേ കിട്ടുള്ളൂ. പിന്നെ ആർക്കൊന്ന് നോക്കണമെന്നുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അതുവഴി നിങ്ങൾ പ്രീമിയം ചാർട്ട് എടുത്താൽ 20% ഡിസ്കൗണ്ട് ഉണ്ട് ഫസ്റ്റ് റീചാർജിൽ. അപ്പോൾ അതും ചെയ്യാം. ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്പണൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നോക്കാം. എനിവേ നമുക്ക് ലൈവിലേക്ക് പോവാം. സമയം 9:08 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാർക്കറ്റ് 94 പോയിൻ്റ് അപ്പിലാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 25,523, 579 പ്ലസ് 94, 23,673, 23,673. അപ്പോൾ ആദ്യത്തെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ക്യാൻഡിലിൽ നിന്ന് ഒരു ലോ വരികയാണെങ്കിൽ ആ ലോ ഈ ഭാഗത്തേക്കായിരിക്കും പോരുന്നത്. പക്ഷേ ആദ്യത്തെ ഹൈ ഈ ഒന്ന് ഓപ്പണായിട്ട് താഴത്തോട്ട് വന്ന് ഈ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഹൈയിൽ
സ്വിച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് റിവേഴ്സ് പോയാൽ ഒരു കണ്ടിന്യൂവേഷൻ അപ് ട്രെൻഡ് ആയിരിക്കും. അതൊരു അത്ര വലുതായിട്ടൊന്നും പോകാനായിട്ട് ഉള്ള ചാൻസ് ഉണ്ടോയെന്ന് വെച്ചാൽ മാക്സിമം കാണുന്നത് ഒരു 114 പോയിൻ്റാണ് മാക്സിമം നിലവിൽ കാണുന്നത്. അതായത് 23,579, 23,580 കൂട്ടാം പ്ലസ് 114, 23,694, 23,694 നമുക്കൊരു 23,700 റൗണ്ട് ചെയ്ത് കൂട്ടാം. നമ്മൾ ഇന്നലെ തൊട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയയാണ്. 702 നിൽക്കുന്നതെന്നുണ്ടെങ്കിലും ഒരു 700 റൗണ്ട് ചെയ്തിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ ഈ ആദ്യത്തെ ആ ഒരു ക്യാൻഡിൽ ഓപ്പൺ അപ്പ് ആയിട്ട് അത് കണ്ടിന്യൂഷൻ അപ്പിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ 23,700 വരെ താൽക്കാലികമായിട്ട് പോയിട്ടൊന്ന് ഹിറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അവിടെ ഓൾറെഡി അത്യാവശ്യം സെല്ലേഴ്സ് ഉണ്ട്. നേരെ മറിച്ച് താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എവിടം വരെ വരാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23,579, 23,579 ഒരു മൈനസ് നമുക്കൊരു 60 പോയിൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്താലും 23,519, 23,519 എന്ന് പറയുമ്പോൾ ഏകദേശം 520 ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. ഇവിടെ 520 ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ക്യാൻഡിൽ ഒരു 3 അപ്പ് സൈഡിലേക്കാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും ഈ ഒരു ബ്ലൂ 2 ലൈൻ്റെ ഇടക്കായിരിക്കും മാർക്കറ്റ് ഇന്ന് സ്ട്രഗിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കുറേ നേരം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഒരു ബ്രേക്ക് ഔട്ട് മേളിലോട്ടോ താഴത്തോട്ടോ ഉണ്ടാകുന്നത്. അപ്പോൾ ഇൻ കേസ് മാർക്കറ്റ് താഴത്തോട്ടാണ് ഫാൾ ആവണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 3:30 ആകുമ്പോൾ കറങ്ങി തിരിഞ്ഞ് 23,555 ഇട്ട് വരുമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഒരു 1 സൈഡ് മാർക്കറ്റ് ആവാൻ, കാരണം സ്റ്റിൽ RSI 15 മിനിറ്റ്സിൽ ഡൗൺ സൈഡാണ് നിൽക്കുന്നത്, 30 മിനിറ്റിൽ മാത്രമാണ് അപ്പ് സൈഡ് നിൽക്കുന്നത്. അപ്പോൾ ആ 15 മിനിറ്റ്സിൻ്റെത് താഴത്തോട്ട് വന്ന് കറങ്ങി തിരിഞ്ഞ് മുകളിലോട്ട് പോയാൽ മാത്രമാണ് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പിന്നെയും ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നോർമൽ സ്റ്റേജിൽ നമുക്ക് പ്രതീക്ഷിക്കാനുള്ള ഏരിയാസ് ഈ കാണുന്ന ലെവൽസൊക്കെയാണ്. അതായത് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആവുന്നു, അത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത 23,700 വരെയുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള മൂവ്. നേരെ മറിച്ച് താഴത്തോട്ടാണെങ്കിൽ 23,624 വരെയുള്ളൊരു മൂവ്. പിന്നെ അവിടെ നിന്ന് സ്റ്റെപ്പായിട്ട് താഴത്തോട്ട് വന്നു എന്ന് പറയാം. ഒരു കണ്ടിന്യൂഷൻ ഫ്ലോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് സി നോക്കാം. സിയിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് എല്ലാം നല്ല റേറ്റാണ്. 23,600 സി നോക്കാം. അപ്പോൾ വലിയ പ്രശ്നങ്ങൾ വരില്ല. 23,600 സി നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. താൽക്കാലികമായിട്ടാണെങ്കിലും മാർക്കറ്റ് ചെന്ന് എത്തിപ്പെടാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 215 വരെ. 215 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മാക്സിമം പോകാൻ പോകുന്നത് 254 വരെയൊക്കെ മാർക്കറ്റ് പോകാം. 210 ബ്രേക്ക് ചെയ്താൽ പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പിയിലേക്കാണെങ്കിൽ 23,700 പി നോക്കാം. 23,700 പി RSI സ്റ്റിൽ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലും താഴത്തോട്ടൊരു ലോ വന്നിട്ട് തിരിച്ച് അങ്ങനെ തന്നെ മുകളിലോട്ട് പോകാനായിട്ടുള്ള ചാൻസും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം എവിടെ നിന്ന് റിവേഴ്സ് ആയാലും 190, 183 റെസിസ്റ്റൻ്റ് ഏരിയ ആയിട്ട് വരുന്നത്. അപ്പോൾ അതായത് ഇവിടെ നിന്നൊരു മൂവ് തിരിച്ച് റിവേഴ്സ് ആയാൽ ഈ ഒരു ഭാഗത്തേക്കും 190 ബ്രേക്ക് ചെയ്ത് 215, അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ 280. നമുക്ക് നേരെ ഡബിൾ ചാർട്ട് ഇട്ട് പോകാം. സിയിൽ നമ്മൾ നോക്കി വെച്ചത്, പിയിൽ നോക്കി വെച്ചത്. ഇപ്പോൾ 2 മിനിറ്റിൽ എന്താണ് അവസ്ഥയെന്ന് നോക്കാം. 9:14 ആയിട്ടുണ്ട്. $180 ഒരു സപ്പോർട്ട് ഏരിയ. സിയിൽ
2 മിനിറ്റിൻ്റെ RSI. നൂറ്റി 53 ബ്രേക്ക് ചെയ്ത് നിൽക്കണം. 155 ബ്രേക്ക് ചെയ്ത് മുകളിൽ നിന്നാൽ മാത്രമാണ് ഒരു കണ്ടിന്യൂഷൻ ട്രെൻഡ് കിട്ടത്തുള്ളൂ. അത് 217 വരെ സ്പേസ് ഉണ്ട് പോകാനായിട്ട്. എന്തായാലും മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ചെറിയൊരു ഇത് ഈ 90 അത്ര വലിയ പ്രശ്നങ്ങളൊന്നും മാർക്കറ്റിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ വരച്ച ലൈനിൽ നിന്നാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തന്നെ. പക്ഷെ നമുക്ക് സമയം കിട്ടിയില്ലല്ലോ, പിന്നെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നൂറ്റി 50 ബ്രേക്ക് ചെയ്താൽ 147 കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ ഒരു 147 ബ്രേക്ക് ചെയ്താലും താൽക്കാലികമായിട്ട് 150 മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഉള്ളൂ. പിന്നെ ആകെ ചാൻസ് ഉള്ളത് നെക്സ്റ്റ് ക്യാൻഡിലിൽ പി എന്തെങ്കിലും നോക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. RSI പിയിലൊരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആവറേജിങ്ങിൻ്റെ സിസ്റ്റം മുൻനിർത്തിക്കൊണ്ട് നെക്സ്റ്റ് ഒരു ബൈ നെക്സ്റ്റ് ക്യാൻഡിലിൽ നോക്കാം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. ചിലപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ലോ വരാൻ ചാൻസ് ഉണ്ട് പിയിൽ. ഒരു ബൈ കൊടുത്തിട്ടേക്കാം, എന്തായാലും ആവറേജ് അല്ലേ, അതവിടെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. കാരണം ഈ ഒരു സിയുടെ സ്ട്രൈക്ക് ഈ 127 135 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ സിയുടെ സ്ട്രൈക്ക് 127 ഫാളാവണം. അങ്ങനെ ഫാളാവണമെങ്കിൽ RSI പീക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ഒരു 170, നമ്മൾ 188 എൻട്രി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 180 ഒരു 8 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് കണക്കാക്കിയാലും വലിയ വിഷയങ്ങളൊന്നും വരില്ല. കാരണം ഇവിടെ സ്റ്റേബിളായിട്ടാണ് പോണത്. ഇവിടെ ഡോജി ക്യാൻഡിലാണ്. ഇതിൻ്റെത് ഒരു 147 ബ്രേക്ക് ചെയ്താൽ 150 151 സിയുടെ മൂവ്മെൻറ്റ്. ഇത് ആവറേജിങ്ങിന് വേണ്ടി ഇട്ടിരിക്കുകയാണ്. മെയിൻലി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് സിയിൽ തന്നെയാണ്, കാരണം ഇവിടെ ഗ്രീനിലേക്ക് വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇത് താഴത്തേക്ക് പോകാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇവിടെ 147 ബ്രേക്ക് ചെയ്താൽ 150 അത് കിട്ടുമെങ്കിൽ അത് നമ്മൾ എടുക്കും, അത്രേ ഉള്ളൂ. 146 148 കൂടെ ബ്രേക്ക് ചെയ്താൽ 150 149 149.80 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. 150 ബ്രേക്ക് ചെയ്ത് 151 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. 147 മുതൽ 151 വരെ പോയിട്ടുള്ളൂ. നമ്മൾ ചെറിയൊരു പോയിൻ്റാണ് ഓൾമോസ്റ്റ് അവിടെ പ്രതീക്ഷിച്ചത്. 151 ഇനിയിപ്പോൾ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത 155 അടുത്ത മൂവ്മെൻറ്റ്. അപ്പോൾ അവിടെ എന്താ ഗുണം കിട്ടിയേ? ഇവിടെ എടുത്തു വെക്കുകയും ചെയ്തു. 147 150 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അത് സ്റ്റിൽ ഇവിടെ ഒരു ക്രോസ് ഓവർ ആവുന്ന വരെ മാർക്കറ്റ് സി സൈഡിലേക്ക് തന്നെയാണ്. അത്ര വലിയ മൂവ്മെൻ്റ് ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എഗെയിൻ 150 കൂടെ ഒന്നും കൂടെ ബ്രേക്ക് ചെയ്താൽ, നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്താൽ 156 ബ്രേക്ക് ചെയ്താൽ 162 വരെയൊക്കെ മാർക്കറ്റ് വരും. അത് കുറച്ച് കറങ്ങിത്തിരിച്ചൊക്കെ വന്നുകൂടായിക്കൊന്നുമില്ല. അവിടെ നിന്നൊരു 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ആ 3 പോയിന്റ് എടുത്ത് ഇവിടെ സ്റ്റോപ്പ് ലോസിന് വേണ്ടി കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് അങ്ങനെ ചെയ്തത്. കാരണം ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു 3 പോയിന്റ് അവിടെ നിന്ന് കിട്ടിയപ്പോൾ ആ 3 പോയിന്റ് നമുക്ക് പിയിൽ ലോസ് കുറക്കാനായിട്ട് എടുക്കാമല്ലോ, അല്ലെങ്കിൽ ആവറേജ് ചെയ്യുമ്പോഴത്തേക്കും അത് ഗുണമായിട്ട് എടുക്കാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതാണ് സിയിൽ അത്ര വലിയൊരു മൂവ്മെൻറ്റ്. ഇപ്പോൾ ഒരു സപ്പോർട്ട് സോണിലാണ് നിൽക്കുന്നത്. ഒരു വൈറ്റ് ഡോട്ട് ഒരു സപ്പോർട്ടാണ്. ഇവിടെ നിന്ന് താഴത്തോട്ട് വന്നാൽ ഫാളാവും, കാരണം ഇതിൻ്റെ ഹയർ എൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അത് സപ്പോർട്ടായിട്ട് എടുക്കാനുള്ള ചാൻസ് ഉണ്ട് സിയിൽ.
ഇത്തിരി കോംപ്ലിക്കേഷൻ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഒരു മടക്ക് വന്നിട്ടുണ്ട്, ഇവിടെ സിയിലൊരു മടക്ക് വന്നിട്ടുണ്ട്. ഈ ക്രോസ് ഓവർ കംപ്ലീറ്റ് ആവണം. ഈ വൈറ്റ് ഡോട്ട് ഒരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് കറക്റ്റായിട്ട് എടുത്താൽ, ഹൈ ബ്രേക്ക് ചെയ്താൽ, ഒന്നും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 155 ഇട്ട് പോകും. ഇതിന് ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രം. നമ്മൾ ഈ RSI ബേസ് ചെയ്തിട്ട് ഇവിടെ എടുത്തു വെച്ചെന്നുള്ളൂ കേട്ടോ. കാരണം ഇത്തിലൂടെ താഴത്തേക്ക് വന്നാൽ ഒരു 2 ലോട്ടും കൂടിയിട്ട് ആവറേജ് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് PE ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ റിവേഴ്സ് ആവണമെന്ന് വെച്ചാൽ, ഒന്നാമത് RSI അനുകൂലമാണ്, പിന്നെ ഇതിൻ്റെ ഹയർ വിക്ക് വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പിയിലേക്ക് വന്നാലും ഒരു 159 വരുമെന്ന് മാത്രമേ ഉള്ളൂ. ടെൻഷനൊന്നും പിടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ധൈര്യമായിട്ട് ഇരിക്കുക, ബാക്കി വന്നെടുത്ത് വെച്ച് കാണാം, അത്രേ ഉള്ളൂ. ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. ഇത് സ്റ്റേബിളായിട്ട് ഇങ്ങനെ പോരുവാണെങ്കിൽ ഈ സാധനം 127 ഫാളാവണം. നമ്മുടെ കണക്കൂട്ടിൽ ശരിയായ വിധം വരികയാണെങ്കിൽ ഇത് 127 ഫാളാകും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. പിന്നെ ഇതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് മാത്രം. രണ്ടാമത്തെ കേസ്, ഈ ക്യാൻഡിലിൻ്റെ ഹൈ 151.85 വരെ പോയിട്ടുള്ളൂ. അതിൻ്റെ ഒരു വലിവ് ഈ വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. 135 പക്ക സപ്പോർട്ട് ഏരിയ ആണ്. അത് ബ്രേക്ക് ചെയ്താലാണ് 127 വരത്തുള്ളൂ. എന്നാലും നല്ലൊരു മൂവ്മെൻറ്റ് എന്തായാലും കിട്ടും ഏതിൽ നിന്നാണെങ്കിലും. ഇതിപ്പോൾ RSI ഈ SMA ടച്ച് ചെയ്തിട്ടില്ല. ആ SMA ഒക്കെ കൂടെ 135 ഒരുമിച്ച് വന്ന് നിൽക്കുകയാണ്. അപ്പം അതിനർത്ഥം പിയിൽ 192 കൂടെ ഒന്ന് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ 197 മാർക്കറ്റ് പോകും. 197, 200, 204 വരെ പോകും. കാരണം ഇവിടെ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വൈറ്റ് ഡോട്ട്, അതായത് 120, 136 ആദ്യത്തെ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടാണ് അവിടെ നിന്ന് ചെറിയൊരു റിജക്ഷൻ വന്നത്. കറക്റ്റ് 136.80 ഒരു റിജക്ഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഭാഗത്തുനിന്ന് റിജക്ഷൻ ആയത്. എന്തോ ആയിക്കോട്ടെ, നമ്മൾ ഇത് തന്നെ എടുത്തു വച്ചേക്കണ കാരണം അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഒരു 3 പോയിന്റ് ഓൾറെഡി ഇതിൽ ആദ്യമേ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത പോയിന്റ് എപ്പോഴാണ് എടുക്കണമെന്ന് വെച്ചാൽ 145.75, അതായത് ഒരു 146 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഒരു 150 ഒരു മൂവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഫിഫ്റ്റീൻ മിനിറ്റ്സിലും താഴത്തോട്ടാണ് RSI. ഹയർ ടൈം ഫ്രെയിമിലും താഴത്തോട്ട് തന്നെയാണ് ഹയർ ടൈം ഫ്രെയിമിൽ നിൽക്കുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഈ 15 മിനിറ്റ്സോ അടുത്ത 15 മിനിറ്റ്സിലോ താഴത്തേക്ക് വന്നാൽ 23,565 വരാനായിട്ടുള്ള പോസിബിലിറ്റി നമുക്കുണ്ടോ എന്ന് നോക്കാം. എങ്ങോട്ടാണെങ്കിലും ഒരു ഒറ്റ അടിയായിരിക്കും. വളരെ ഫാസ്റ്റായിട്ട് കണ്ണടച്ച് തുറക്കുമ്പോൾ സാധനം കയറിപ്പോവും. ഇവിടുത്തെ ആ സപ്പോർട്ടാണ് എടുത്തു പോകണം. 145.7 ബ്രേക്ക് ചെയ്തിട്ട് അങ്ങ് പോയിട്ടില്ല. സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് പറയുന്നത്. ഈ സ്ഥാനത്ത് പല ആളുകളുടെയും ഇതൊക്കെ പോയിട്ടുണ്ട്. കാരണം ഈ ഒരു മൂവ് കാണുമ്പോൾ ചാടിക്കയറി ഗ്രീൻ എടുക്കും. ഇവിടെ ഈ ഡൗൺ കാണുമ്പോഴത്തേക്കും അത് എക്സിറ്റ് ആവും. അത് എക്സിറ്റ് ആയിട്ട് നേരെ പോയി ഓപ്പോസിറ്റ് ചെയ്തെടുക്കും. നമുക്കിവിടെ ഓൾറെഡി ക്രോസ് ഓവറും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്.
SMA മുട്ടണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ബാക്കി വരുന്നത് വന്നെടുത്ത് വെച്ചിട്ട് കാണാം. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്ന ആ ഒരു റൂള് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം. അതിപ്പോൾ അതിൻ്റെ ഇടക്ക് പല കാര്യങ്ങളും ചിലപ്പോൾ ലാഭവും നഷ്ടമൊക്കെ വന്നേക്കാം. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു കാര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ലോഡ് സൈസ് അതൊക്കെ ക്രമീകരിക്കണം. മാർക്കറ്റ് ടച്ച് ചെയ്യാനുള്ള സ്ഥലത്ത് നമ്മൾ സ്ഥിരം ടച്ച് ചെയ്യുന്ന കാണുന്നതുകൊണ്ടാണ് ഈ ലോ വന്നിട്ടൊന്നും നമ്മൾ വെറുതെ പതറാതെ ഇരിക്കുന്നതിൻ്റെ റീസൺ. ബ്രേക്ക് ആവേണ്ട ഏരിയ ഇവിടെ ബ്രേക്കായി, പക്ഷെ അതൊരു ഫേക്ക് ബ്രേക്ക് ഔട്ടായിരുന്നു അത്. എനിവേ നമുക്ക് നോക്കാം, ബാക്കി വന്നെടുത്ത് വെച്ച് കാണാം. RSI സ്റ്റീൽ ഗ്രീനിലേക്ക് കയറാൻ പോവാണ്. അതിൻ്റെ ഇടക്ക് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഭവിക്കും. എന്തായാലും മഞ്ഞളൈ മുട്ടാതെ മാർക്കറ്റിലടുത്തൊരു മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാവില്ല. ഇവിടെ മുട്ടിയിട്ടുണ്ട്, ഇവിടെ ഏകദേശം മുട്ടാറായി. ഇവിടെ സിയിൽ ഈ 135 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ പിന്നെ 127ലേക്ക് നോക്കിയാൽ മതി. അപ്പോൾ PE താഴത്തോട്ട് പോയാൽ നമ്മൾ ആവറേജ് ചെയ്യും, അത്രേ ഉള്ളൂ. പോയാലൊരു പരിധി കൂടുതലൊന്നും പോകാനൊന്നും പോകുന്നില്ല. ആവറേജ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു 158 ഞാനത് ആവറേജ് ചെയ്യത്തുമില്ല. കാരണം ഇവിടെ ഈ സ്ട്രഗിൾ വരുന്നത് ഈ യെല്ലോ ലൈൻ മാക്സിമം അടുപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഈ സ്ട്രഗിൾ ഇങ്ങനെ വരുന്നത്. 15 മിനിറ്റ്സിൽ RSI താഴത്തോട്ടാണ്. പിന്നെ ഇവിടെ ടച്ച് ചെയ്യാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്, 156 ടച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ 147 ബ്രേക്ക് ചെയ്താൽ ഇതിവിടെ നടന്നോട്ടെ. നമുക്ക് 147 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 150 തൊട്ട് 154 വരെ എടുക്കാം. ഒരു 4 പോയിന്റ് കിട്ടും. ഓൾറെഡി ഒരു 3 പോയിന്റ് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ഒരു 4 പോയിന്റ് 147 ബ്രേക്ക് ചെയ്താൽ നമ്മൾ അടുത്ത ഒരു 6 പോയിന്റ് 56 പോയിന്റ് 6 പോയിന്റ് അതും എടുക്കും. അല്ലടത്തോളം കാലം എന്ത് റെഡ് വന്നെന്ന് പറഞ്ഞാലും നമ്മൾ അതിൽ പാനിക്കാവുന്ന കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അത് പതുക്കെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ച് 220ലേക്ക് എത്തിക്കുമെന്ന് നോക്കും, അത്രേ ഉള്ളൂ. ഇപ്പം SMA ഏകദേശമൊക്കെ ടാലിയായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും ഏകദേശമൊക്കെ അടുത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ 195. അപ്പോൾ നമ്മുടെ എൻട്രി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 188. 88, 89, 90, 91, 92, 93, 94, 89, 10, 99, 199ലേക്ക് ടച്ച് ചെയ്യുമ്പോൾ ഒരു 11 പോയിന്റ് കിട്ടും. ഇവിടെ 146 ബ്രേക്ക് ചെയ്താൽ 156ലേക്ക് 10 പോയിന്റ് കിട്ടും. ഇവിടെ സ്റ്റിലവിൽ റണ്ണിങ് ആണ്, അത് 199 ടച്ച് ചെയ്താൽ അവിടെ 10 പോയിന്റ് കിട്ടും. RSI സ്റ്റിൽ പിയിലേക്ക് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഒരു സേഫായിട്ട് മൂവ് പ്രതീക്ഷിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 146 ബ്രേക്ക് ചെയ്താൽ സിയിൽ എൻട്രി ഉള്ളൂ. അതേപോലെ തന്നെ പിയിലാണെങ്കിൽ 195 ബ്രേക്ക് ചെയ്താലാണ് എൻട്രി ഉള്ളൂ. നമ്മൾ പിന്നെ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്ത് ആവറേജ് ചെയ്ത് പ്രോഫിറ്റ് ആക്കുന്ന സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ വലിയ ഹ്യൂജ് ലോട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ നല്ലൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെയും വാതിലടച്ചിരിക്കുകയാണ്, ഇവിടെയും വാതിലടച്ചിരിക്കുകയാണ്, ഇവിടെയും വാതിലടച്ചിരിക്കുകയാണ്, ഇവിടെയും വാതിലടച്ചിരിക്കുകയാണ്. അപ്പോൾ എങ്ങോട്ടെങ്കിലും ഏതെങ്കിലും ഒരു വാതിൽ സിയോ പിയോ ഏതോ ഒരു വാതിലിൽ നന്നായിട്ട് മുട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും ആ ഒച്ച കേട്ടിട്ട് വാതിലൊന്ന് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ, കാരണം ഇപ്പോൾ ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. സി ആണെങ്കിലും പി ആണെങ്കിലും ഒരു കതകിനകത്ത് അടച്ചിട്ടിട്ട് ഓക്സിജൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് ജീവന് വേണ്ടിയിട്ടുള്ള ഈ വെപ്രാളാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വാതിൽ തുറന്നു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയണേ, ഭയങ്കര നമ്മൾ രക്ഷപ്പെട്ട് ഓടുന്ന ഒരു ചാകാതെ നിന്നുള്ള ഒരാളൊരു സോഴ്സ് കിട്ടുമ്പോൾ രക്ഷപ്പെട്ട് ഓടുന്ന ഒരു പ്രതീതിയായിരിക്കും. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് മാർക്കറ്റ് അടിച്ചു കയറി അങ്ങനെ പല ടൈമിലും പോകാറുണ്ട്. സിംഗിൾ ക്യാൻഡിൽ ചിലപ്പോൾ 10-35 പോയിൻ്റൊക്കെ
കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ആ സമയത്തുണ്ട്. ഇപ്പോൾ നമ്മുടെ കണക്കൂട്ടൽ ഏകദേശം ഈ കണ്ട് പരിചയിച്ച ഒരു ലെവൽ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലെയേഴ്സ് പണി തരാനും നമുക്ക് ചാൻസ് ഉണ്ട്. അതായത് അവർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കുറേ കയറ്റി വിടും. അപ്പം നമുക്ക് പ്രതീക്ഷയുള്ളത് എന്താ, ഇതിപ്പോൾ ലോസ് ആണെങ്കിലും താഴത്തോട്ട് പോയാലും നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ആവറേജ് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് സി എടുക്കാതിരിക്കാനും പറ്റില്ല. കാരണം ഇത് എടുത്തു വെച്ചെന്നും പറഞ്ഞ് ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഓപ്പോസിറ്റ് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കയറി നമുക്ക് എടുക്കാനും അത് പ്രോഫിറ്റ് ആക്കാനും ചെയ്യുമ്പോഴത്തേക്കും ഇത് ഓൾറെഡി ആ ലോസ് എന്നുള്ളത് അതിൻ്റെ ഡെപ്ത് കുറയാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇവിടെ ചെറിയൊരു മടക്ക് പോലെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ 145 ബ്രേക്ക് ചെയ്താൽ സാധനം ഒരൊറ്റടിക്ക് പറന്ന് 155 പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ വേണ്ടി വന്നാൽ ചിലപ്പോൾ ലോട്ട് സൈസ് കുറച്ച് കൂട്ടിയിട്ട് ഒരു മൂവ്മെൻ്റ് അങ്ങ് എടുത്തു കഴിയുമ്പോഴത്തേക്കും ചാടിക്കേറി മാർക്കറ്റ് നമുക്ക് എടുക്കാനായിട്ട് പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോഴും ഒരു തീരുമാനമൊന്നും ആയിട്ടില്ല. അടുത്ത ക്യാൻഡിൽ അറിയാൻ പറ്റും. പറന്നായിരിക്കും മാർക്കറ്റ് പോണത്. നൂറ്റി 150 ബ്രേക്ക് ചെയ്താൽ പിന്നെയും പോകും. 152 നമ്മൾ പറഞ്ഞ ഓപ്പോസിറ്റ് പണി തരാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞിരുന്നു. 152 വരെ പോയിട്ടുള്ളൂ. ഇത് വളരെ ലോ ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോണാണ്. ഇവിടെ നിന്നൊരു ബ്രേക്ക് താഴത്തോട്ട് കഴിഞ്ഞാൽ 159 മാർക്കറ്റ് ഫാളാവും. ഈ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യണുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്യാൻഡിലായിരിക്കും അടുത്ത മൂവ്മെൻറ്റ് വരുന്നത്. ഇപ്പോൾ ഇവിടെ എവിടം വരെ കിട്ടി? 156. ആദ്യത്തെ ഒരു ലെവലാണ് 151 വരെ വന്നിട്ടുള്ളൂ. കാരണം ഈ ഒരു യെല്ലോ ലൈൻ്റെ ടോപ്പ് എഡ്ജിലേക്ക്. ഇപ്പോൾ പെട്ടെന്നൊരു മൂവ്മെൻറ്റ് നമ്മൾ ഓൾമോസ്റ്റ് പ്രതീക്ഷിച്ചതാണ്. ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്, അതനുസരിച്ചിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ചെറിയൊരു മൂവ്മെൻറ്റ് 147, 3 പോയിൻ്റ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ. 3 പോയിൻ്റ് ഒരു 2-3 ലോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ആ പ്രശ്നങ്ങളും അവിടെ തീർന്നു. അവിടെ സ്കാൽപ്പിംഗ് ആണ് അവിടെ നടത്തിയത്. ഇപ്പോൾ ഈ ക്യാൻഡിൽ ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ ദെൻ ഈ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ വീണ്ടും മൂവ്മെൻറ്റ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് മാർക്കറ്റ് പോരും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് ഇങ്ങോട്ട് വരുള്ളൂ, 160 വരുള്ളൂ. നമ്മൾ 160 ആവറേജ് ചെയ്യുള്ളൂ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ആവറേജ് ചെയ്യില്ല എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു 4 പോയിൻറ്റും അതിന് മുമ്പ് എടുത്തൊരു 3 പോയിൻറ്റും കൂടെ ഓൾറെഡി 7 പോയിൻ്റ് ഉണ്ട്. 7 പോയിൻ്റ് എന്ന് പറഞ്ഞാലും ഇതിനെ ബേസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ അതിൻ്റെ ഒരു ലോസ് റിക്കവർ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു പിൻബാറാണ്. നമ്മൾ വെറുതെ പേടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ട്രേഡ് പോയാലും അത് ഇവിടെ ചെറിയൊരു ബ്രേക്കൗട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ അവിടെ 3-4 പോയിൻ്റ് എടുത്തിട്ട് ഇതിപ്പോൾ ഒരു 25 പോയിൻ്റ് അല്ല 25 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വെക്കാനാണ് ഉദ്ദേശമെങ്കിൽ അപ്പുറത്ത് ചെറിയൊരു മൂവ് കിട്ടുകയാണെങ്കിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ പോയിൻ്റൊക്കെ സ്കാൽപ്പ് ചെയ്ത് എടുക്കാം. ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ലോസ് നമുക്ക് അപ്പുറത്ത് എടുക്കാം. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞത് കൂടെയാണ്. 147 ബ്രേക്ക് ചെയ്താൽ ചെറിയൊരു അപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് 100 എത്ര വരെ പോയിട്ടുണ്ട്? 152 വരെ പോയിട്ടുള്ളൂ. ശ്രദ്ധിച്ച് കളിച്ചാൽ മതി, പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നലെ ഇതേപോലത്തെ സിറ്റുവേഷൻ ആയിരുന്നു മാർക്കറ്റിൽ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ 152 ഇവിടുത്തെ ഈ ലെവലാണ്. ഇതേപോലത്തെ ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ചൊവ്വാഴ്ചയാണോ ബുധനാഴ്ചയാണോ ഇതേപോലത്തെ ഒരു സെയിം മൂവ്മെൻറ്റ് നമ്മൾ കണ്ടതാണ്. ഈ ഒരു ഭാഗത്ത് ഇതേപോലെ കൺസോൾട്ടേഷൻ സോണാണ്.
അതിനുശേഷം പിന്നൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ട് ഈ ഒരു ടോപ്പ് എൻഡിലേക്ക് മാർക്കറ്റ് പോയതൊക്കെ കഴിഞ്ഞ ദിവസം ഇതേപോലത്തെ സെയിം മാർക്കറ്റ് കഴിഞ്ഞ ദിവസം വന്നതാണ്. എന്തായാലും ഇത് വിട്ടക്കട്ടെ. നമുക്ക് ഇപ്പം തന്നെ സമയം എത്രയായി? 30 മിനിറ്റായി. ഞാൻ വീഡിയോ പോസ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഈ യെല്ലോ ലൈനും നമ്മുടെ എൻട്രി പ്രൈസും ഏകദേശമൊക്കെ ടാലി ആയിട്ട് നിൽക്കുകയാണ്. 188.90, 188.54 യെല്ലോ ലൈൻ. ഏകദേശം അവിടം വരെയൊക്കെ വരേണ്ടതാണ് മാർക്കറ്റ്. അതിനുശേഷം ആ ഒരു എൻട്രി പ്രൈസിന് മേളിലോട്ട് പോയാലാണ് മാർക്കറ്റ് 195 പോകത്തുള്ളൂ. $182 കൺസോൾട്ടേഷൻ സോണാണ്. അതുകൊണ്ടാണ് ഈ സ്ട്രഗിൾ ഇവിടെ നടക്കുന്നത്. ഈ ഒരു ബസ് സ്റ്റാൻഡ് വിട്ട് മാർക്കറ്റ് പോയാലേ അടുത്തൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. താഴത്തോട്ട് പോയാൽ എത്ര സന്തോഷം. കാരണം 159 ആവറേജ് ചെയ്യാമല്ലോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആവറേജിങ് പോയിൻ്റാണ്. പിന്നെ നമ്മൾ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ആവറേജിങ് പൊസിഷൻ ഇവിടെയാണ്. പിന്നെ ഇന്ന് നല്ലൊരു കൺസോൾട്ടേഷൻ സോണാണ്. ബ്രേക്കൗട്ട് കിട്ടിയ സിംഗിൾ ലോട്ടിൽ തന്നെ മാക്സിമം കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഒപ്പിക്കാം എന്നുള്ളൊരു ഉദ്ദേശമാണ്. എന്നാലും വരട്ടെ. ഇപ്പം 100 എത്ര വരെ ലോസിൽ പോയ സാധനമാണ്. അത് ഈ മൈൻഡ് സെറ്റ് ഓക്കെ ആണെങ്കിൽ നമുക്ക് വലിയ വിഷയങ്ങളൊന്നും വരില്ല. നമ്മുടെ സ്ട്രാറ്റജിയിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വന്ന് എക്സിറ്റ് ആയാലും ഓൾമോസ്റ്റ് ഇവിടെ 7 പോയിൻ്റ് നമുക്ക് ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നാലും നമുക്ക് എന്താ പ്രോഫിറ്റബിളാണ്. 7 പോയിൻ്റെങ്കിൽ 7 പോയിൻ്റ് അപ്പോഴും പ്രോഫിറ്റബിളാണ്. ലോസ് എന്ന് പറഞ്ഞ സാധനം വന്നിട്ടില്ല. അത് ഇവിടെ സ്കാൽപ്പ് ചെയ്തെടുത്തുകൊണ്ട് മാത്രമാണ് അത്രയും പോയിൻ്റ് കിട്ടിയത്. ഇപ്പോൾ ഇവിടെ വിറ്റാലും നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ലക്ഷ്യം ഓൾമോസ്റ്റ് ഒരു 193 ഒക്കെ വരുമെന്നാണ്. വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മൾ കയ്യിലുള്ള ഫണ്ട് മുഴുവൻ ഇറക്കി കഴിഞ്ഞാൽ നമുക്കത് നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ. നമ്മൾ ഇറങ്ങും, കയറും, അപ്പുറത്ത് കയറും, ഇപ്പുറത്ത് കയറും, അപ്പുറത്ത് കയറും, ഇപ്പുറത്ത് കയറും. നമുക്കിപ്പോൾ ഒരു 1,00,000 രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്കതിൻ്റെ 20% ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്തിട്ട് ഹെഡ്ജിങ് മോഡിൽ ഇട്ടിട്ട് ലോക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പം മണി മാനേജ്മെൻറ്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു പണിയും നടക്കുകയില്ല. ഇപ്പോൾ എന്താണ് ഇവിടെ 135 അടുത്ത സപ്പോർട്ട് എടുക്കാനായിട്ടാണ് ഈ വരുന്നത്. ഈ 135 ബ്രേക്ക് ചെയ്താൽ സ്റ്റിൽ RSI ഡൗൺ സൈഡിലേക്കാണ്. 135 ടച്ച് ചെയ്തപ്പോൾ ഇവിടെ യെല്ലോ ലൈൻ ടച്ച് ചെയ്തു. അപ്പോൾ ഞാനിത് ഇറങ്ങാത്തതിൻ്റെ റീസൺ നമുക്ക് അത്ര നേരം വരെ ഹോൾഡ് ചെയ്യാൻ പറ്റും, അത്ര നേരം വരെ ഹോൾഡ് ചെയ്താൽ ആ ഒരു മൈൻഡ് സെറ്റ് ഓക്കെ ആക്കി എടുക്കുക എന്നുള്ള ഉദ്ദേശമുള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നലത്തെ ലൈവ് വീഡിയോയിൽ ഇതേപോലെ ആയിരുന്നു. പലതവണ എൻട്രി പ്രൈസിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് അപ്പർ സൈഡിലേക്ക് പോയത്. അപ്പോൾ ഇത് RSI ഇപ്പോൾ മാർക്കറ്റ് എന്താ പറയണ്ടേ, ഈ ഒരു എൻട്രി പ്രൈസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 195 മാർക്കറ്റ് പോയി നിൽക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്ത് നിന്നതിന് ശേഷം നല്ല രീതിയിലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് 220 വരെ പോകും. അപ്പോൾ നമ്മൾ 195 മുകളിലോട്ട് പോയാൽ 195 താഴെ, അതായത് ഒരു 193 192 ഒക്കെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം. അപ്പോൾ അപ്പുറത്തും പ്രോഫിറ്റാണ്, ഇപ്പുറത്തും നമുക്ക് പ്രോഫിറ്റാണ്. $193, $195 ഓൾമോസ്റ്റ് ടാർഗറ്റൊക്കെ ഓൾമോസ്റ്റ് ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇറങ്ങാം, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് എന്തായാലും 127 വരണം എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്കുണ്ടായിരുന്നു. മാർക്കറ്റ് അങ്ങോട്ട് വന്നു. സ്റ്റിൽ ഇത് കോസ്റ്റ് ടു കോസ്റ്റ് ഇടുകയോ അല്ലെങ്കിൽ 195 ടാർഗറ്റിൽ ഇറങ്ങുകയോ ചെയ്തു കഴിഞ്ഞാലും 188.10 പോയിൻ്റ് അവിടെയും കിട്ടി, 7 പോയിൻ്റ് ഓൾമോസ്റ്റ് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. 2 സ്കാൽപ്പിങ്ങും ഒരു ഹോൾഡിങ്ങും. അപ്പോൾ ഇത്രേ ഉള്ളൂ. മാർക്കറ്റ് വളരെ സിമ്പിളാണ്. നമ്മളാണ് മാർക്കറ്റിനെ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കി വശകേടായിട്ട് നിർത്തുന്നത്. അപ്പോൾ ഇവിടെ ഈ താഴത്തോട്ട് പോയപ്പോൾ ലോസ് വന്ന ആൾക്കാർ അത് വിറ്റിട്ട്
നേരെ പോയി സി എടുത്തു. സി എടുത്തവർക്ക് അത് പണി കിട്ടി. പിന്നെയും വന്ന് പി എടുത്തു. അല്ലെങ്കിൽ നോക്കിയിരിക്കും, മാർക്കറ്റിൻ്റെ വഴിക്ക് അങ്ങ് പോകും. കാരണം ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഒന്നും ആലോചിച്ച് നോക്കിയാൽ, ഞാൻ ഇപ്പോൾ ഒറ്റക്കുള്ള വ്യക്തിയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഈ ഭാഗത്ത് ആവറേജ് ചെയ്താലും എനിക്കിപ്പോൾ മാസീവായിട്ടുള്ള പ്രോഫിറ്റാണ്. 3 ലോട്ടിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റായിട്ടോ, ഞാൻ ഇറങ്ങാതിരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ടാർഗറ്റ് ഓൾറെഡി ഹിറ്റാണ്. ഇവിടെ എക്സിറ്റ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. ഒരു ചെറിയ അപ്പും കൂടെ വരാൻ ചാൻസ് ഉണ്ട്. ഒരു ചെറിയ അപ്പും കൂടെ ഇവിടെ ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, പക്ഷെ അത് വാനിഷ് ആയിട്ടില്ല. $127.5 പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറയണത് 127.10 ഒരു ചെറിയ മിച്ചം ഇട്ടിട്ടാണ് മാർക്കറ്റ് പോയിരിക്കണേ. ഇത് 135ലേക്ക് റീടെസ്റ്റിന് വേണ്ടി പോണതാണ്. അപ്പോൾ ഇവിടെ ഒരു 5 പോയിന്റ് ഇട്ടതിൻ്റെ ഉദ്ദേശം വേറെ എന്തെങ്കിലും ഇവിടെ ഒരു ഉദ്ദേശം കാണണം. അല്ലെങ്കിൽ ഒരു 0.5 മിച്ചം ഇട്ടിട്ട് പോകേണ്ട കാര്യമില്ല. കാരണം 127.5 ഈ ലൈൻ. പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ എന്ന് പറയണത് 127.10. അതിനർത്ഥം അവിടെ എന്തോ സംതിങ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. അപ്പോൾ അത് വാനിഷാക്കാൻ ഒരു തവണ കൂടെ വരണം. ഇപ്പോൾ 200 നമ്മൾ പറഞ്ഞ 199 അല്ലെങ്കിൽ 200 എന്നുള്ള ലെവലിൽ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിവേഴ്സ് വരുമ്പോൾ നമ്മൾ വെറുതെ പാനിക്കായിരുന്നിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇതെന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഇത് 222 പോകണം. ഏതാ? ഒന്നെങ്കിൽ എനിക്ക് 222 കിട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ 188 185ൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ ഇത് എക്സിറ്റ് ആവും. ദാറ്റ്സ് ഓൾ. പിന്നെ കൂടുതൽ ലോട്ട് സൈസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് പകുതി പോർഷൻ കൊടുത്തിട്ട് ബാക്കി പകുതി കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാം. അങ്ങനെയും ചെയ്യാം. ബാക്കി പകുതി കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാം. പകുതി പോർഷൻ കൊടുത്തിട്ട് ബാക്കി കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാം. അപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പകുതിക്ക് നമുക്ക് ഓൾറെഡി നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി. ഇനി ഒന്നെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് ആവണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് 222 എത്തണം. ദാറ്റ്സ് ഓൾ. എത്തലത്ര എളുപ്പമല്ല. ഇവിടെ നല്ല രീതിയിൽ ഒരുപാട് പടയാളികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല രീതിയിൽ ഇപ്പോൾ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ പാടുപെട്ടിട്ടേ പോവുള്ളൂ. ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. അതായത് 195ന് താഴത്തോട്ട് വന്നാൽ പിന്നെ കറങ്ങി തിരിഞ്ഞിട്ടൊക്കെ പോകത്തുള്ളൂ. അതേപോലെ തന്നെ പിയിൽ ഒരു കൺസോൾട്ടേഷൻ സോൺ 5 മിനിറ്റിൽ ഒരു ക്രോസ് ഓവർ. അപ്പം നിലവിലുള്ള ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യണം. ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് ഒന്നും കൂടെ ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ പോന്നാൽ നിലവിൽ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടില്ല. ഈ ആദ്യത്തെ റിജക്ഷനാണ് നടന്നത്. അപ്പോൾ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് പോന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴത്തോട്ട് പോരണം എന്നുള്ളതാണ്. 15 മിനിറ്റ്സിലാണെങ്കിലും 15 മിനിറ്റ്സിൽ ചെറിയൊരു മടക്ക് വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ താഴത്തോട്ടുള്ള ആ ഒരു ഏരിയ ഒന്നും ടച്ച് ചെയ്തിട്ടില്ല. ഇവിടെ ഒരു മടക്ക് വന്നിട്ടുള്ളതെന്നേ ഉള്ളൂ. 30 മിനിറ്റിൽ RSI അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 15 മിനിറ്റ്സിൻ്റെ RSI താഴത്തോട്ട് പോയിട്ട് തിരിച്ച് ക്രോസ് ഓവർ ചെയ്ത് വരുന്നത് വരെ മാർക്കറ്റ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കും. അതിനുശേഷം മേളിലോട്ടൊരു മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് മേളിലോട്ട് ഒരുമിച്ച്, അതായത് 30 മിനിറ്റും 15 മിനിറ്റ്സും ഒരുമിച്ച് പോകത്തുള്ളൂ. പക്ഷെ ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ടെങ്കിലും 5 മിനിറ്റിൽ ഒരു ക്രോസ് ഓവർ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ക്രോസ് ഓവർ താഴത്തേക്ക് പോവുകയാണെങ്കിൽ, അതായത് ഇവിടെ നിന്ന് ക്രോസ് ഓവർ വന്നെന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം 15 മിനിറ്റ്സിലും തിരിഞ്ഞിട്ടുണ്ട്, 30 മിനിറ്റിലും അപ്പർ സൈഡിലേക്ക് ഇപ്പോൾ തൽക്കാലം തിരിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ ഈ ക്രോസ് ഓവർ താഴത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്രോസ് ഓവർ സ്റ്റേബിളായിട്ട് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഡൗൺ വന്നിട്ടായിരിക്കും പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് തിരിയുന്നത്. പിന്നെ എടുത്ത് ലോങ് ഹോൾഡ് അല്ലെങ്കിൽ ആവറേജിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലാണ് ഇപ്പോൾ സി എടുത്ത് വെച്ചിട്ട് കാര്യമുള്ളൂ. ഓൾറെഡി നമ്മളുടെ ടാർഗറ്റ് 11 പോയിൻ്റ് ആയിരുന്നു. അത് 10-20 പോയിൻ്റ് താഴത്തോട്ട് പോയിട്ടും നമ്മൾ പതറാതെ പിടിച്ചു നിന്നു. ഇന്നത്തെ ദിവസം ഒന്നാമത്തെ കാര്യം വെള്ളിയാഴ്ച രാവിലെ തന്നെ കൺസോൾട്ടേഷൻ. ഇപ്പോൾ സിയിൽ 2 മിനിറ്റിൻ്റെ ഒരു ക്രോസ് ഓവർ ബേസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു സ്കാൽപ്പിംഗ് മെത്തേഡ് നോക്കുന്ന ആളാണെങ്കിൽ
കഴിഞ്ഞു പോയി. അതോ 137 138.41 മുട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാം. ഒരിത്തിരി ഡിലേ ആയിപ്പോയി, അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്കാൽപ്പിങ്, ഈ ഒരു ഗ്യാപ്പിൽ ഒരു സ്കാൽപ്പിങ് ഉണ്ടായിരുന്ന. ഇവിടെ ഒരു ക്രോസ് ഓവർ ആയിട്ടില്ല. ഈ ക്രോസ് ഓവർ കംപ്ലീറ്റ് ചെയ്യണം, അത് ഗ്രീനിലേക്കും കൂടെ കയറണം. അതായത് ഇവിടെ ഒരു റിജക്ഷൻ, ഒരു റീടെസ്റ്റ്, അതാണ് 138.34 നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ 136 നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഹൈ എന്തുകൊണ്ടാണ് ബ്രേക്കൗട്ട് ആവാത്തതെന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണ് 138.36 പോകാത്തത് എന്താണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. അത് നഗ്നനേത്രങ്ങൾ കൊണ്ട് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല. അത് നമ്മൾ സ്ഥിരമായിട്ടൊരു പാർട്ട് ഫോളോ ചെയ്യണം. കാരണം ഇവിടുത്തെ ഈ രണ്ട് ക്യാൻഡിലിൻ്റെ ഒരു ടോപ്പ് ബേസിലാണ് മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇവിടുത്തെ ഒരു ടിപ്പും ഉണ്ട്. ഈ ടിപ്പ് കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഈ ഒരു ക്യാൻഡിലിൻ്റെ ബേസ്, അതേപോലെ തന്നെ ഇവിടുത്തെ 1 2 3 4 5 ക്യാൻഡിലിൻ്റെ ആവറേജ് ബേസ്. ആ ബേസ് അവിടെ നിൽക്കുന്ന കാരണമാണ് മാർക്കറ്റ് അവിടം വരെ പോയിട്ട് റിവേഴ്സ് ആയതിൻ്റെ റീസൺ. അപ്പോൾ നമ്മളൊരു ക്യാൻഡിലേക്ക് ഇങ്ങനെ ഭൂതക്കണ്ണാടി വെച്ചിട്ട് നോക്കിയിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതിന് മുമ്പുള്ള ആ ഒരു സ്ട്രക്ചർ, അതായത് ഈ പ്രൈസ് ലൈൻ മൂവ് ചെയ്യുന്ന സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഇതൊരു സപ്പോർട്ടിങ് സോണാണ്. ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്, ഇവിടെ സപ്പോർട്ടാണ്. ഈ ക്യാൻഡിലിൻ്റെ വിക്ക് സപ്പോർട്ടാണ്. ഈ ക്യാൻഡിലിൻ്റെ ഓപ്പൺ 135.25 ഹൈ 135.25. അപ്പോൾ അവിടെ നിന്നുള്ള ആ ഒരു റിവേഴ്സാണ് വരുന്നത്. ഇപ്പോൾ ഒരു പോയിൻ്റൊക്കെ സ്കാൽപ്പ് ചെയ്തെടുക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും, 137.78 അത് സ്കാൽപ്പ് ചെയ്തെടുക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. സ്കാൽപ്പിങ്ങിൻ്റെ കാര്യമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുതൽ ഒരു 5000 ക്വാണ്ടിറ്റിയൊക്കെ എടുക്കാനുള്ള കപ്പാസിറ്റി വേണം, എങ്കിലേ സ്കാൽപ്പ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഒരു പോയിൻ്റൊക്കെ കൺഫേം ആയിട്ടുള്ള ഒരു പോയിൻ്റൊക്കെ റൈഡ് ചെയ്തെടുക്കാനായിട്ടാണ് സ്കാൽപ്പിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു ചാർട്ട് അതിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. കാരണം ഈ ഒരു ഇൻ ബിറ്റ്വീൻ സ്പേസ് നമ്മൾ കണ്ടെത്തിയിട്ട് അവിടെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ചാർട്ട് വെച്ചിട്ട് സ്കാൽപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റിൽ മാർക്കറ്റ് സിയിലേക്കാണ് ഡൈവർജൻസ് ആയിട്ടായി നിൽക്കുന്നത്. 137.81 ഇത് ഒരു റിവേഴ്സാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൂടാതെ ഇതിൻ്റെ ഓപ്പൺ സ്പേസിന് മേളിലോട്ട് പോയിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അതൊരു റിവേഴ്സാണെന്ന് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റിയത്. 137 മെത്തേഡുകൾ ഒരുപാടുണ്ട്. 136.50 137 137.57 കണ്ടോ, മഞ്ഞ ലൈനിൽ മുട്ടി. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അത് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൽ ഹൈ വന്നിട്ടില്ല. അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഈ ഒരു ഭാഗത്തേക്ക് പോകുമെന്നുള്ളതിൽ നമുക്ക് ഏകദേശം ഒരു ഉറപ്പൊക്കെ ഉണ്ട്. പോരാ തന്നെ ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്, അത് ഗ്രീനിലേക്ക് കയറിയിട്ടില്ല എന്നുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെറിയൊരു അപ്സൈഡിൻ്റെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 135 137 138 ഒരു 3 പോയിൻ്റ് എടുത്താലും ഈവൻ ഒരു 5000 ക്വാണ്ടിറ്റി ഒക്കെ ആണെങ്കിൽ എത്രയായി, ഉദാഹരണം നമുക്ക് കണക്ക് കൂട്ടാം. അതായത് 10 ലോട്ട് 250, 1000 ക്വാണ്ടിറ്റി 40 ലോട്ടാണെങ്കിലോ 40 × 25, 40 ലോട്ടാണെങ്കിൽ 40 × 75, 25 കൂട്ടിയാൽ എത്ര കിട്ടും, 1000 3000 രൂപയായി. ഒരു ലോട്ടിന് എത്ര സമയം ഒരുപാടായെന്ന് തോന്നുന്നു, 44 മിനിറ്റായി. അപ്പോൾ അത് RSI ക്രോസ് ഓവറായിട്ട് അവിടുത്തെ എൻട്രി കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 143.27. കാരണം അതിനു മുമ്പ് ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. ഈ വൈറ്റ് ഡോട്ട് 143.7 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ആണ്. അതായത് 143.25. അപ്പം ഇതിൻ്റെ എന്തായി,
ഇതിൻ്റെ ഹൈ വിക്ക് വന്നിട്ടില്ല. അത് സപ്പോർട്ട് എടുക്കാനായിട്ട് 137 അല്ലെങ്കിൽ ഈ ഡോട്ടിലേക്ക് വരുന്നതാണ്. ഒന്ന് സപ്പോർട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ്. കാരണം മേളിലോട്ട് കുതിക്കുന്നതിന് മുമ്പ് സപ്പോർട്ട് എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടൊക്കെ അവിടെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും ഈസി ആയിട്ട്, വിത്തൗട്ട് നോ ലോസിൽ. അവിടെയൊക്കെ നമുക്ക് പ്ലാൻ ചെയ്ത് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ക്യാൻഡലിൽ ഹൈ വിൽക്കാതെ ആദ്യത്തെ മൂവ്മെൻറ്റ് നേരെ താഴത്തോട്ട് വന്നത്. എന്തുകൊണ്ടാണ് താഴത്തോട്ട് വന്നേ? 10 മണിയായി. 10 മണിക്കുള്ള 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡലിൻ്റെ ലോ ആണ് കറക്റ്റ് ചെയ്ത്. ഇനി 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡലിൻ്റെ ഹൈ കറക്റ്റ് ചെയ്യാനുണ്ട്. മുകളിലോട്ട് കുതിക്കുന്നതിന് മുമ്പ് നമ്മൾ താഴത്തോട്ട് വന്നാന്ന് പറഞ്ഞു. അപ്പം അത് എവിടത്തെ എൻട്രിയാന്ന് നോക്കണം കേട്ടോ. 134 ഓൾറെഡി 10 പോയിന്റ് ഇവിടെ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ആയി. 144, അതായത് ഓരോ ക്യാൻഡിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ 148, 156 വരെയൊക്കെ മാർക്കറ്റ് വരാം. ഈ ടാർഗറ്റ് മാത്രം എടുത്താൽ മതി, ഈ ഒരു സ്പേസ് മാത്രം എടുത്താലും നമ്മൾ പ്രോഫിറ്റാണ്. അങ്ങനെയുള്ള സ്ഥലം വാച്ച് ചെയ്തിട്ട് ഒരു 10ഓ 20ഓ ലോട്ടൊക്കെ വെച്ചിട്ട് ആ 10 പോയിന്റ് അങ്ങ് എടുക്കുക, നമ്മുടെ പരിപാടി നിർത്തി പോവുക. അപ്പോൾ 5000 റുപ്പീസ് 20 ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം 1 ലാക്ക്. എന്തിനാണ് ഈ പാട് കഴിക്കണം? ആകെ 9:55, 2, 4, 6 മിനിറ്റാണ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത്. ഇതൊക്കെ കയറി പോയി. ഇനിയിപ്പോൾ ഈ RSI ക്രോസ് ഓവർ ആവുന്നവരെ എന്താ മാർക്കറ്റ് സി സൈഡിലാണ് മാർക്കറ്റ് നടക്കുന്നത്. നമ്മൾ പറഞ്ഞു 15 മിനിറ്റ്സിൽ കർവ് വന്നിട്ടുണ്ട്. 5 മിനിറ്റ്സിൻ്റെ കർവ് ഏത് നിമിഷവും തിരിയാം. 13 മിനിറ്റിലും മാർക്കറ്റ് അപ്പർ സൈഡിലാണ് നിൽക്കുന്നത്. ഓൾറെഡി 9 മണിക്കേ നമ്മൾ മെൻഷൻ ചെയ്തേക്കണതാണ്. 13 മിനിറ്റിൽ അപ്പറാണ്, 15 മിനിറ്റ്സിൽ ലോവറാണ്. അപ്പോൾ 15 മിനിറ്റ്സിൻ്റെ RSI പോയി കറങ്ങി തിരിഞ്ഞ് വരണം. ആ കറങ്ങി തിരിഞ്ഞ് വരുന്നത് വരെ ചെറിയൊരു ഡൗൺ ആയിട്ടായിരിക്കും പിന്നെ മുകളിലോട്ട് വരുന്നതെന്നൊക്കെ നമ്മൾ 9 മണിക്കത്തെ അനലൈസിന് ഓൾറെഡി പറഞ്ഞതാണ്. ഈ ഒരു മൂവ് ഇവിടെ നിന്നൊരു ബ്രേക്കൗട്ട്, നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ബ്രേക്കൗട്ട് കിട്ടണം. ഒരു ഇത്തിരി പാടാണ്. ഓപ്പൺ 23609, ലോ 23609. നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാൻഡിലാട്ടോ. നെക്സ്റ്റ് ക്യാൻഡിൽ മേളിലോട്ട് പോയില്ലെങ്കിൽ അതേപോലെ തന്നെ തിരിച്ച് 23,605 ഇട്ട് വരും. അതിനൊരു ബ്രേക്കൗട്ട് ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്, ഈ ഇത് ക്യാൻഡിൽ മുകളിലോട്ട് പോയി ഇവിടെ ടച്ച് ചെയ്തു. ആ ക്യാൻഡിൽ അത്ര സുഖമുള്ള ബ്രേക്കൗട്ട് ക്യാൻഡിലല്ല. ആ ക്യാൻഡിൽ നെക്സ്റ്റ് ക്യാൻഡിലോ അല്ലെങ്കിൽ ആ ക്യാൻഡിലോ താഴത്തോട്ട് റിവേഴ്സായിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഈ ബോക്സിന് പുറത്തേക്ക് ക്യാൻഡിലിൻ്റെ ഒരു 70% ഒന്നും ബ്രേക്ക് ചെയ്യാതെ ഒരു പരിപാടി നടക്കത്തില്ല. അതേപോലെ 23,590 താഴത്തോട്ട് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ആവാതെ ഒരു പരിപാടി നടക്കത്തില്ല. 5 മിനിറ്റിൽ RSI താഴത്തോട്ട് ഡൈവർജൻസ് ആയിട്ടുണ്ട്. 15 മിനിറ്റ്സിൽ ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അവിടെ ബ്രേക്കൗട്ട് ആവാഞ്ഞേ? 5 മിനിറ്റിലാണോ 15 മിനിറ്റ്സിലാണോ? എന്തുകൊണ്ടാണ് ബ്രേക്കൗട്ട് ആവാഞ്ഞേ? കാരണം ഇവിടെ എന്തായി, 15 മിനിറ്റ്സിൽ ഒരു ക്രോസ് ഓവർ പോലെ വന്നിട്ട് അത് സ്റ്റേബിളാണ്. അതായത് ഇവിടെ സിയിലൊരു റീകർവ്, പിയിലൊരു റീകർവ് വരുന്നുണ്ട്. നമ്മൾ ആ പ്രോഫിറ്റ് എടുത്തു, പിന്നെയും അതങ്ങനെ ഹോൾഡ് ചെയ്ത് അങ്ങനെ ഇട്ടേക്കുവാണ്. ഈ 195 എന്നുള്ള ലെവല് ഒരു 10-ഓടുകൂടി നല്ല രീതിയിൽ വോളിയം വന്നാൽ, അതായത് അടുത്തൊരു 4 ക്യാൻഡിൽ 20, 5 ക്യാൻഡിൽ കൂട്ടാം. അതായത് 10:30 സമയത്ത് അടുത്ത ഒരു 5 ക്യാൻഡിലിനുള്ളിൽ 195 ബ്രേക്ക് ആയാൽ പിയിൽ എന്താവും? പിയിൽ 222 പോകും. അടുത്ത 5 ക്യാൻഡിലിൽ 135 137 ബ്രേക്ക് ആയാൽ സി 156 നോക്കിയാൽ മതി. ചെറിയൊരു സ്കാൽപ്പിങ് നമ്മളിവിടെ നടത്തിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഹയർ വിക്ക് വന്നിട്ടില്ല. അപ്പോൾ 160 രൂപയെങ്കിൽ 160 രൂപ, പെട്രോൾ അടിക്കാനുള്ള കാശെങ്കിൽ പെട്രോൾ അടിക്കാനുള്ള കാശ്, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം.
നമ്മൾ എടുത്തതിലൊരു മിസ്റ്റേക്ക് പറ്റിയത് ഇത് 5 മിനിറ്റും ഇത് 2 മിനിറ്റും ആയിരുന്നു. അപ്പോൾ അതാണ് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യേണ്ടി വന്നത്. അവിടെ എന്താണ് സംഭവിക്കണമെന്നൊരു കൺഫ്യൂഷൻ മെജോറിറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഇവിടെ റീക്രോസ് ഓവർ ആവുന്നുണ്ട്, ഇവിടെയും റീക്രോസ് ഓവർ ആവുന്നുണ്ട്. അതായത് പിയിലേക്ക് വീണ്ടും മാർക്കറ്റ് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം ഇവിടെ ഓൾറെഡി ഉണ്ട്. ഏതാ 222 നമ്മുടെ ലക്ഷ്യം. ഇവിടെ 137 മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല. 137 ബ്രേക്ക് ചെയ്ത് ക്യാൻഡിൽ ക്ലോസ് ആയാലാണ് മുകളിലേക്കുള്ള ചാൻസസ് ഉള്ളൂ. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ഏതാണ്ട് ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തി. നമ്മുടെ ലക്ഷ്യം 222 ആയിരുന്നു. 222 ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 222ലേക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മൾ കാത്തിരിക്കും. അത് ഒന്നും കൂടെ ഒന്ന് ബ്രേക്കായ 232 വരെ വരും. പക്ഷെ നമ്മൾ 222 ആണ് പറഞ്ഞേച്ചത് ബ്രേക്കിംഗ്. പിന്നെ പലതവണ ആവറേജ് ചെയ്യാനായിട്ട് വിട്ടുപോയി എന്നുള്ളൊരു കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മളത് ഒഴിവാക്കി വിട്ടത്. 220 അതാ സംസാരിച്ചുകൊണ്ടിരുന്ന കാരണം 220ൽ എക്സിറ്റ് ആവാൻ പറ്റില്ല. ഒന്നും കൂടെ 222 വന്നാൽ 2 പോയിന്റ് വ്യത്യാസമല്ലേ ഉള്ളൂ. ഓക്കെ, പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. സെൽ. അപ്പോൾ അത് പിന്നെയും കയറിപ്പോണ്ട്, പൊക്കോട്ടെ, അത് വിഷയമൊന്നുമില്ല. 2 എവിടം വരെ പോകാം? 232 വരെ പോകാം. 232 ബ്രേക്ക് ചെയ്താൽ 248 വരെ മാർക്കറ്റ് പോകും. കാരണം ഈ ഒരു വര ഒരു നിസ്സാര വരയല്ല 242 എന്നുള്ളത്. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് നേരം ഒന്ന് കൺസോൾട്ടേഷൻ ആവാം. കൺസോൾട്ടേഷൻ ആയതിനു ശേഷം മാർക്കറ്റ് 248ലേക്ക് പോകും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി വിശ്വസിക്കുക, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളത് പറയണത് നിസ്സാര കാര്യമൊന്നുമില്ല. അതിനുള്ള ധൈര്യമൊക്കെ ഉണ്ടാക്കി എടുക്കണം. എത്ര തവണ പ്രോഫിറ്റ് ഇട്ട് വന്നു, നമ്മളത് വിടാതെ അതിനെ കോൺസെൻട്രേഷൻ ചെയ്ത് നിന്നു. നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് താഴത്തോട്ട് 23,545 വരെ വരുമെന്നാണ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നത്. അതായത് 30 മിനിറ്റിൽ ഡോജി ക്യാൻഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗണിലേക്ക് പോരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫ്യൂച്ചറിൽ ഓൾമോസ്റ്റ് ടാർഗറ്റ് റീച്ചായി. ഇനി ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അവിടെ 23,500ലേക്ക് മാർക്കറ്റ് ഫാളാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 185 മുതലുള്ള ആ ഒരു വ്യൂ ആണ്. 2 വ്യൂ ആണ്. അത് ടോട്ടലി ഉള്ള വ്യൂ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 187 ഉള്ളൊരു വ്യൂ ആണെന്ന് തോന്നുന്നു മാർക്കറ്റ് മൂവ് ചെയ്തു. പക്ഷെ എൻ്റെ മനസ്സിലുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 248 ആട്ടോ. അത് അവിടെ നിൽക്കട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഏകദേശം പറഞ്ഞ ഒരു ഏരിയ 248ലേക്ക് എത്തിയില്ല. അതിൻ്റെ ഏകദേശം ഒരു ലെവലിൽ വന്ന് നിൽക്കുകയാണ് 239. 225 തൊട്ട് 236 വരെയൊക്കെ പോയിട്ടുള്ളൂ. അതിൻ്റെ ഫൈനൽ ടാർഗറ്റ് എന്ന് പറയണത് 248 ആണ്. 248ലേക്ക് പോകേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ 248 വെയിറ്റ് ചെയ്താൽ നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ രണ്ടാമത് പ്ലാൻ ചെയ്ത എൻട്രിയാണ് 216. 216 ഒരു പിൻബാർ വന്നു. ആ പിൻബാറിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ട്, അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മേ ബി മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ഒരു ലെവലിൻ്റെ ബ്രേക്കൗട്ട് സ്റ്റേജിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അത് ഏകദേശം ഒരു 236 ആണ്. 236 കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്നൊരു എൻട്രി എടുത്താലും ഒരു 5 പോയിന്റിലൊക്കെ കയറ്റി സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചേക്കുക. കാരണം ഒരിക്കലും സ്റ്റോപ്പ് ലോസ് താഴത്തേക്ക് കൊണ്ടുപോകരുത്. ആ സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കുക. നമ്മുടെ ഫൈനൽ ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത് 248 ആണെങ്കിലും കയറ്റി വെച്ചേക്കുക. എന്ത് വേണമെങ്കിലും മാർക്കറ്റിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ സിംഗിൾ ക്യാൻഡിലിൽ തന്നെ 248 ഇട്ട് പോകും. പിന്നെ ഇപ്പുറത്തെ ഒരു ക്യാൻഡിലിൻ്റെ 2 രീതിയിലുള്ള ഫോർമേഷനാണ് ഇനി വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത്. അതായത് ഒരു എം ക്യാൻഡിൽ വരാം, ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ പോയി താഴത്തോട്ട് വന്ന് സപ്പോർട്ട് എടുത്തു, അതിൻ്റെ ഹൈ ഒരിക്കൽ കൂടെ 240ലേക്ക് പോയാൽ അവിടെ നിന്ന് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ ഒരു എം പാറ്റേൺ ക്യാൻഡിൽ ഫോം ആവാം. അതല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെ ഫോമായി. അത് കഴിഞ്ഞിട്ട് ഈ അതേ ലെങ്ത്ത്, അതായത് ഉദാഹരണത്തിന് ഇവിടെ നിന്ന് പോയ അതേ ലെങ്ത്ത്
അത് നേരെ എടുത്ത് ഇപ്പുറത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ആ ഒരു കറക്റ്റ് കണക്കാണ് 270 വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് പോസിബിലിറ്റീസാണ്. ഒന്നെങ്കിൽ എം പാറ്റേൺ ഫോം ചെയ്തിട്ട് ഡൗണിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ളൊരു എൻട്രി കണ്ടിന്യൂ ചെയ്ത് 270 269 വരെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈവൻ 248 ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ അതിൻ്റെ താഴെ എവിടെയെങ്കിലും ഒരു 239 240 മേക്ക് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു റീ എൻട്രി ആണ്. അത് കോസ്റ്റ് ടു കോസ്റ്റ് എന്നെ സംബന്ധിച്ച് ആദ്യത്തെ മൂവ്മെൻറ്റ് ഓൾറെഡി കഴിഞ്ഞു. 222 ഓൾമോസ്റ്റ് എൻ്റെത് കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ടുള്ള റീ എൻട്രി ആണ് ഈ പിൻബാറിൻ്റെ ചോട്ടിൽ വെച്ചത്. അപ്പോൾ അത് കയറി പോകണമെങ്കിൽ കയറി പോകട്ടെ, ഇല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റിൽ അടിക്കട്ടെ. കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടേക്കണതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോവർ വീക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങോട്ടൊരു വലിവിനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇത്രയും ചാൻസസ് ഉണ്ടെങ്കിലും ആ ഭാഗത്തേക്ക് ഒരു വലിവിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് കോസ്റ്റ് ടു കോസ്റ്റ്, അതായത് 5 പോയിൻ്റ് 6 പോയിന്റിൽ കുറച്ച് കൊടുക്കാം, ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് ഹോൾഡ് ചെയ്ത് വെക്കുക. അത് സംഭവിച്ചില്ല എന്നുണ്ടെങ്കിലാണ് ഈ പറഞ്ഞ എം പാറ്റേണും ഈ ഒരു 270 വരത്തുള്ളൂ. പക്ഷെ വലിവ് താഴത്തോട്ട് നല്ല രീതിയിലുണ്ട്. ആ വലിവ് ഈ ഒരു കോസ്റ്റ് ടു കോസ്റ്റ് ബ്രേക്ക് ചെയ്ത് പോന്നു കഴിഞ്ഞാൽ 200 216 എഗെയിൻ സപ്പോർട്ട് എടുക്കാനായിട്ട് വരും. ഇവിടെ കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, നമ്മൾ ഓൾറെഡി എക്സിറ്റായ ആ ഒരു ഏരിയ ആണ്. രണ്ടാമത് നമ്മൾ റീ എൻട്രി എടുത്തത് ഈ ക്യാൻഡിൽ പിൻബാറായിട്ട് വന്നു. അതേപോലെ തന്നെ നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ, അതായത് 216.80 ആണ് നമ്മൾ രണ്ടാമത് എൻട്രി പ്ലാൻ ചെയ്ത്. നമ്മളതിൻ്റെ സ്റ്റോപ്പ് ലോസ് വച്ചിരിക്കുന്നത് 213 ആണ്. 218 അല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പണാണ് 216, ഇതിൻ്റെ ലോ 213. 3 പോയിൻ്റാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. നമ്മൾ ആദ്യം കോസ്റ്റ് ടു കോസ്റ്റാണ് തീരുമാനിച്ചത്. പിന്നെ എന്തുകൊണ്ട് 3 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ആക്കിയെന്ന് വെച്ചാൽ ഇവിടെ ഒരു പോയിൻ്റ് നമ്മൾ എക്സിറ്റ് ആയായിരുന്നു ആദ്യമേ, അതിനുശേഷമാണ് സ്റ്റോപ്പ് ലോസ് വെച്ചത്. 3 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 24, 26, 28, 30. അരമണിക്കൂറായിട്ടും നമ്മുടെ 3 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇതുവരെ അടിച്ചിട്ടില്ല. അതിനർത്ഥം ഇനി ആ സ്റ്റോപ്പ് ലോസ് അടിച്ചാലും നമുക്ക് വിഷയമില്ല. കാരണം നമ്മളൊരു എൻട്രി പ്ലാൻ ചെയ്യുമ്പോൾ ആ എൻട്രിയിൽ ഉണ്ടാവുന്ന ആ ഒരു അഡ്വാൻറ്റേജ് ആണ് ആ കാണുന്നത്. പിന്നെ നമുക്കറിയാം ഇവിടെ കൺസോൾട്ടേഷനാണ്. കാരണം 222 എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവൽ കൺസോൾട്ടേഷനാണ്. മാർക്കറ്റ് ഇനി ഒരു കൺഫേം ആയിട്ടുള്ള മൂവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ കവറപ്പ് ചെയ്ത് പോയാൽ മാത്രമാണ് മാർക്കറ്റിൽ കണ്ടിന്യൂഷൻ ആയിട്ടുള്ളൊരു മൂവ് ഇനി എന്തായാലും കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ 2 മിനിറ്റിൻ്റെ RSI ഓൾമോസ്റ്റ് ഒരു കർവിൽ വരുന്നുണ്ട്. അതായത് അതിൻ്റെ മെജോറിറ്റി നമ്മൾ കൂടുതലും മനസ്സിലാക്കുന്നത് നമ്മളുടെ സെക്കൻഡ് ടാർഗറ്റായിട്ടുള്ള 248 മുട്ടാനുള്ള ചാൻസ് മാക്സിമം ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു 3 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കുവാണെങ്കിൽ നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. നേരെ മറിച്ച് ഈ ബോക്സിൻ്റെ പുറത്തേക്ക് അപ്പർ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ 248 അല്ലെങ്കിൽ 270 മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി വെയിറ്റ് ചെയ്യാം. കാരണം ഒരു ട്രേഡറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ട്രേഡർ ഒരു എൻട്രി എടുക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 5 പോയിൻറ്റ്സോ 10 പോയിൻറ്റ്സോ ആകുമ്പോഴാണ് സ്റ്റോപ്പ് ലോസിനെ പറ്റി തന്നെ ആലോചിക്കുന്നത്. അപ്പം നമുക്കിവിടെ 3 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അരമണിക്കൂറായിട്ടും അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാർട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രാറ്റജി അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ട്രാറ്റജിയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏകദേശം 1 മണിക്കൂറിലേക്ക് നമ്മുടെ വീഡിയോ അടുക്കുന്നു. നമ്മളുടെ ടാർഗറ്റ് 248 ആണ്. 3 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് 248 എത്തുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. അതോടുകൂടി പിന്നെ ട്രെയിൽ ചെയ്തിട്ട് ഫൈനൽ ടാർഗറ്റ് 270. നമ്മളിനി ഉദ്ദേശിക്കുന്നത് ഈ ഒരു RSI എവിടെ ക്രോസ് ഓവർ ആവുന്നോ, അതായത് ഒന്നെങ്കിൽ 3 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കണം. 3 എന്നുള്ളത് ഒരു 5ലേക്ക് ഇട്ടാലും വലിയ വിഷയമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ RSIയുടെ ക്രോസ് ഓവർ മുകളിലോട്ട് എവിടം വരെ ക്രോസ് ഓവർ ആവുന്നോ ആ നിയറസ്റ്റ് പ്ലേസിലായിരിക്കും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പം അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒന്നുകിൽ സ്റ്റോപ്പ് ലോസ് ഇല്ലെങ്കിൽ ടാർഗറ്റ്. അപ്പോൾ നമ്മൾ രാവിലെ എടുത്ത തീരുമാനം ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ്. നമ്മൾ രാവിലെ ഈ ഒരു ഭാഗത്തായിരുന്നു എൻട്രി എടുക്കേണ്ടത്. അവിടെ 3 തവണ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് മൂവ് ചെയ്തത്.
അപ്പോൾ ഇവിടെയും 1 2 3 തവണ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇത് മൂവ് ചെയ്താൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിക്കുമോ ഇല്ലയോ എന്ന് ആലോചിച്ച് നമ്മൾ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ സ്റ്റോപ്പ് ലോസ് 3 പോയിന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 5 പോയിന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാണ്. ആ സ്റ്റോപ്പ് ലോസിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി വെക്കുക. പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 248 നമ്മൾ ഇറങ്ങുമെന്നുള്ള മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി വെക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ടെൻഷൻ അടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സ് പാകമാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ടെൻഷൻ അടിച്ച് ഇതിനകത്തിരിക്കണേ? രണ്ടിനും ഉൾക്കൊള്ളാനായിട്ട് നമ്മൾ എന്തായാലും തയ്യാറായിട്ടിരിക്കുക. പിന്നെ വെറുതെ ടെൻഷൻ അടിച്ച് BP കൂട്ടി അതിൻ്റെ ഇടയ്ക്ക് റെഡും ഗ്രീനും മാറി മാറി വന്നോട്ടെ, അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യങ്ങളില്ല. അത്രേ ഉള്ളൂ. അങ്ങനെ വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ തിയേറ്ററിൽ പരസ്യത്തിൽ ആദ്യം പറയണ പോലെ നമ്മളൊരു രോഗിയായി മാറും. ഒരു മഹാരോഗി എന്ന് പറയുന്ന ഒരു പരസ്യം ഉണ്ടല്ലോ സിനിമ തുടങ്ങുന്നതിന് മുമ്പ്, ആ പുള്ളിയുടെ ഡയലോഗ് ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ ചിരിച്ചുകൊണ്ട് ട്രേഡ് ചെയ്യുക, ചെറിയൊരു പുഞ്ചിരിയോട് കൂടി ട്രേഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ബാക്കി വന്നെടുത്ത് വെച്ച് കാണാം. ഇവിടെ ഗ്രീനിലേക്ക് കയറിയിട്ടില്ല, അതിനു മുമ്പ് ഒരു റീകർവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങോ ഒക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. 2 തീരുമാനങ്ങളാണ് എടുക്കാവുന്നത്. ഒന്ന് 5 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെക്കുക, അല്ലെങ്കിൽ ഈ ഒരു പിൻബാറിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ആയതിനു ശേഷം മാത്രം നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് താഴത്തോട്ടാണോ മേളിലോട്ടാണോ എന്ന് നോക്കിയിട്ട് എക്സിറ്റ് ചെയ്യാം. 2 രീതിയിലാണ് എക്സിറ്റ് ഉള്ളത്. ബോക്സ് ഞാൻ എന്തായാലും മാറ്റാം, കാരണം ഞാൻ വരകളോ ബോക്സോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. കാരണം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു വര ഇട്ട് കഴിഞ്ഞാൽ നോക്കി, ഒരു വര ഇട്ട് വെച്ചിട്ട് ആ വരയ്ക്ക് താഴത്തോട്ട് പോയിട്ടില്ല. അത് എന്തോ അങ്ങനെയൊക്കെ ഇട്ട് ശീലിച്ചു പോയി, ഞാൻ അതിൽ വിശ്വസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ഒരു കർവ് വരുന്നുണ്ട്, ആ കർവാണ് താഴത്തേക്കുള്ള ലോസ്. അതാണ് മാർക്കറ്റ് മുകളിൽ വരെ പോയിട്ട് അതേപോലെ തന്നെ തിരിച്ചിറങ്ങിയത്. ഇവിടെ ഒരു ഡബിൾ കർവ് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി പ്രതീക്ഷിച്ചതാണ് മാർക്കറ്റ് ഡൗണിലേക്ക് പോകാനുള്ള ചാൻസസ് നല്ലപോലെ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചതാണ്. ആ താഴത്തോട്ട് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ എടുത്തു വെക്കാനായിട്ട് ശ്രമിച്ചില്ല എന്നുള്ളൊരു പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. $101, $108. അതായത് നമ്മൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. ഈ ക്യാൻഡലിൻ്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 2 രീതിയിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് പറഞ്ഞു. ഒന്ന് 5 പോയിന്റ് താഴെ സ്റ്റോപ്പ് ലോസ് ഇടുക, 2 ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് നെക്സ്റ്റ് ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ട് എക്സിറ്റ് ചെയ്യാം. 2 രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഹൈ ഫ്ലക്ച്വേഷനാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ലൈവ് വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇതിൻ്റെ ലോ ആണ് പറഞ്ഞത്. അതിനുശേഷം മാർക്കറ്റിലേക്ക് ഒന്ന് നല്ല രീതിയിൽ അപ്പ് പോയി, 232 വരെ പോയി. അതിനുശേഷമാണ് മാർക്കറ്റ് താഴത്തേക്ക് ഫാളായത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു RSI റീക്രോസ് ഓവർ കണ്ടുകൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചത് മാർക്കറ്റ് താഴത്തേക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞത്. 2 രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ്, 5 പോയിന്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ക്രോസ് ഓവർ വന്നപ്പോൾ താഴത്തോട്ട് പോണതിന് മുമ്പാണ് മാർക്കറ്റ് മുകളിലേക്ക് ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ പീക്കട്ട് കൊടുത്ത് അല്ലെങ്കിൽ സീക്കട്ട് കൊടുത്തതിൻ്റെ ഉദ്ദേശം. അപ്പം നമ്മൾ 1 മണിക്കൂർ 4 മിനിറ്റുമായി നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്ത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഓൾമോസ്റ്റ് പാലിക്കുന്നു. അതിനിടക്ക് നോക്കിക്കഴിഞ്ഞ കാര്യങ്ങൾ സപ്പോർട്ട് ലെവൽ എന്താ പറയണ്ടേ, 204 ഒരു സപ്പോർട്ട് സോൺ, 201 ഒരു സപ്പോർട്ട് സോണാണ്. നമ്മൾ പ്രതീക്ഷിച്ചതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ 3 രീതിയിൽ മനസ്സിൻ്റെ കൺട്രോൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റ് മുകളിലോട്ട് പോയപ്പോൾ ഈ പറഞ്ഞ പോലെ 216 നിന്ന്
226, 232. അവിടെ കോസ്റ്റ് ടു കോസ്റ്റ് ഇടാം. ആ ഒരു മൂവ്മെൻറ്റിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് ലോക്ക് ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് താഴെ ഇവിടെ ഇടാം. രണ്ടാമത് ഇവിടെ ഇതിൻ്റെ ഇപ്പുറത്തിടാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി വീഡിയോ ലെങ്ത് കൂട്ടിക്കൊണ്ട് പോകുന്നതിൽ അർത്ഥമില്ല. ഇനി 220 ബ്രേക്ക് ചെയ്താൽ 248-ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് അത് ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം പിയിൽ RSI സ്റ്റിൽ ഡൗൺ സൈഡാണ്. ഏത് നിമിഷം മാർക്കറ്റ് മുകളിലോട്ട് പോകണം. അപ്പോൾ അതിൻ്റെ ആ സപ്പോർട്ട് ലെവലാണ് ഇവിടെ കണ്ടത്. അതായത് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ നെക്സ്റ്റ് സപ്പോർട്ട് സോൺ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് 204 ആ 204 എന്നുള്ള സപ്പോർട്ടാണ് ഇപ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എൻട്രി പോസിബിൾ ആണ്. അങ്ങനെ പ്ലാൻ ചെയ്താൽ അവിടെ നിന്ന് എൻട്രി പ്ലാൻ ചെയ്യാം. അപ്പോൾ ഞാനും ടയേർഡായി, 11:39. ഇനി ഈ മൂവ്മെൻറ്റ് കണ്ടിന്യൂസ് പോയി കഴിഞ്ഞാൽ 248. ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് 5 പോയിൻ്റ് ഇട്ടിട്ട് അത് ഹിറ്റ് ചെയ്താലും സെക്കൻഡ് എൻട്രി 204 നിന്ന് എടുത്താലും 6 പോയിൻ്റ് ഓൾറെഡി പ്രോഫിറ്റബിൾ ആണ്. പ്രശ്നങ്ങളൊന്നുമില്ല. ഈ 248 എന്തായാലും നമ്മൾ വിടുന്നില്ല. ഉച്ചക്കൊക്കെ ആയിട്ട് പോയി ഹിറ്റ് ചെയ്യട്ടെ. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിക്കുന്നു. അടുത്ത ആഴ്ചയും നല്ല രീതിയിൽ ട്രേഡ് എടുക്കാനായിട്ട് സാധിക്കട്ടെ. എന്ത് ചെയ്താലും പ്ലാൻ ചെയ്ത് ചെയ്യുക. മറ്റേ വടിവേല് പറയണ പോലെ എന്ത് ചെയ്താലും പ്ലാൻ ചെയ്ത് ചെയ്യുക. അവിടുത്തെ ആ ഒരു സാധനം ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നു, വീണ്ടും ഒരു സപ്പോർട്ട് എടുത്തു. ഇവിടെ അത്ര സംഭവിച്ചിട്ടുള്ളൂ. മാർക്കറ്റ് വളരെ സിമ്പിളാണ്, വളരെ ഹമ്പിളാണ്. നമ്മൾ മാർക്കറ്റിനെ കോംപ്ലിക്കേറ്റഡ് ആക്കി നമ്മളെ തന്നെ സ്വയം കൊല്ലാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നോ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സക്സസ് ആവാനായിട്ടുള്ള ഒരു വഴി. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർ കുറച്ച് വീഡിയോസ് ഒന്ന് കാണുക. ശനിയും ഞായറും ഇഷ്ടംപോലെ സമയമുണ്ട്. ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷമൊക്കെ വിളിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ആശംസയോടുകൂടി വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.